മാനിപ്പുലേഷൻ അല്ല പേടി, അന്നെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയോ ആദ്യം ആ പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ആ പേടി മരവിച്ചു പോയി. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Q&Aയിലും ഞങ്ങൾ അത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഒരു ട്രോമയാണ്. അത് പറഞ്ഞു കഴിയുമ്പോ നമ്മൾ കുറച്ച് ഡ്രെയിൻഡ് ആയി പോകും. ആക്ച്വലി നമ്മൾ പറയാത്തൊരു ഭാഗമുണ്ട്. നമ്മളത് പറയാൻ നമുക്ക് കുറച്ച് എന്താ പറയാ സ്ട്രെങ്ത് വേണം. മെന്റലി ഫിസിക്കലി ഞങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. സോ വി ആർ ട്രൈങ് ടു ബിൽഡ് ദാറ്റ്, യു നോ. ഞാനിവിടെ ആലോചിക്കും നമ്മളിതൊക്കെ പറഞ്ഞാലൊക്കെ വിശ്വസിക്കോ? വിശ്വസിക്കണ്ട. ബട്ട് ഇപ്പൊ ഞാന് ചെറിയൊരു ഇത് പറയണെങ്കിൽ ശ്മശാനം ഇല്ലേ, അതൊക്കെ തോണ്ടി എടുത്ത് അതിന്റെ ഉള്ളൊക്കെ കൂടോത്ര അഭിചാര ക്രിയകളൊക്കെ ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ വിശ്വസിക്കും? തെളിവില്ലാതെ എനിക്കൊക്കെ ഫസ്റ്റ് ഇവള് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൂടോത്ര സംഭവം ചെയ്യുന്ന പിന്നെ വെറുതെ പറയും. ഞാൻ സിനിമയിലെ കേട്ടിട്ടുള്ളൂ. എന്താ വേറെ അത് താരാട്ടുപാട്ടല്ലേ? നാലാമത്തെ വാക്കാണ് പാട്ട്. ഇല്ല, അതാണ് ഇനി പറയാൻ പോണത്. നാലാമത്തെ അല്ല, 4 വാക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാട്ടുപാടി, രണ്ടാമത്തെ പാട്ടുപാടി, കഴുത്ത് കഴുത്ത് ചങ്ക്. അത് ഇവിടെ കോഴിക്കോട് ഭയങ്കര താണായിരുന്നു. ഞാന് വീടിന്റെ ഉള്ളിലാണ് ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കല്. അതേ ഉള്ളുവായിരുന്നു പെർമിഷൻ. അപ്പൊ പുറത്തിട്ടപ്പോ ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, എന്തോ എന്റെ കാലക്കാരോ കാണുന്നതൊക്കെ ഉള്ളൊരിത്. രാത്രി ആരും ഉണ്ടാവും, കാണൂലല്ല, ഇരുട്ടല്ലേ. നമുക്ക് അങ്ങനെ ഒന്ന് നടന്നിട്ട് വരാന്ന് അങ്ങനെ ഒന്ന് ചമ്പല് മാറ്റി മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഈ വരുന്ന മാർച്ച് 4 വൈകുന്നേരം കൊച്ചിൻ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ. പോയ വർഷം നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ താരങ്ങൾ ഇതാ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. നിങ്ങൾ എപ്പോഴെങ്കിലും വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിയതിലല്ല. കാർഡൊക്കെ കൊടുത്ത് ആ കാർഡൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരസ്പരം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത ഗിഫ്റ്റുകളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അതിപ്പോഴും ഉണ്ട്. ഈ പണ്ടത്തൊക്കെ ഉണ്ട് ഇപ്പോഴും. കേട്ട് നമ്മൾ ഒളിച്ചോടിയത്. അതെ, ഒളിച്ചോടിയപ്പോ എന്തൊക്കെ എടുത്തു സാധനങ്ങൾ? ശരി, എന്താ വേറെ ഒച്ചത്ത് പറയണ്ട. അത് കുക്കർ എടുക്കാൻ വെറുതെ ഒരു സേഫ്റ്റിക്ക് എടുത്തു. എന്തെങ്കിലും വീട്ടിലൊരു ഓർമ്മയ്ക്ക് എടുക്കണമല്ലോ. വീട്ടിലേക്ക് പോകുമ്പോ ആദ്യമായിട്ടാണ് കുക്കറൊക്കെ എടുത്തിട്ട് പീസ് ആയിട്ട് പട കിടക്കും. ലഗേജ് കുറച്ച് കൂടുതലായിരുന്നു. ഓക്കെ, അതിനൊക്കെ കുക്കർ എടുക്കാനുള്ള ടൈം നിങ്ങൾ അടുക്കളയിൽ പോയി എടുത്തു? ആരെടുത്ത് കുക്കർ? പുതിയ കുക്കറായിരുന്നു. ഉമ്മയ്ക്ക് ഹൗസ് വാമിംഗ് കിട്ടിയതാ. ഹൗസ് വാമിങ്ങോ? ഒരു വഴിക്ക് പോവാല്ലോ, കുക്കറെങ്കിൽ കുക്കർ എടുത്തു. ഇല്ല, പ്ലേറ്റ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ സാധനങ്ങളെ ഡ്രസ്സ് കൊണ്ട് തന്നെ നടന്നേ. ഞാൻ ഗ്ലാസ് പിന്നെ ഡ്രസ്സൊക്കെ ആണ് കൂടുതൽ. ഗ്ലാസ്, ജഗ് പ്ലാൻ ചെയ്യുന്ന വിചാരിച്ചപ്പോ ഇത്രയും പ്ലാൻ എടുക്കാൻ പറ്റിയില്ല. ഭാഗ്യം വീട് പോകുമ്പോഴായിരുന്നെങ്കിൽ വീട് മാറുകയല്ലേ, അപ്പൊ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ ഒക്കെ എടുത്തായിരുന്നു? പക്ഷെ ഇവിടെ പോയായിരുന്നു, അവരെടുത്തോണ്ട് പോയി. പിന്നെ നമ്മള് റീഅപ്ലൈ ചെയ്തെല്ലാം കിട്ടി. അടാ കുക്കറിൽ ഇപ്പോഴും പാചകമൊക്കെ കാലങ്ങൾ ഞാൻ എടുത്തോണ്ട് വന്നു കുക്കർ. പിന്നെ വേറെ ഗ്ലാസ് മാത്രമാണ് എടുത്തോളൂ, വേറെ എന്തെങ്കിലും എടുത്തോ? ഇല്ല, വേറെ ഒന്നും എടുത്തില്ല. ഇല്ല, ഓക്കെ. ഡ്രസ് എടുത്തിട്ടോ? ഓക്കെ, ഡ്രസ് എടുത്തു. ഓക്കെ, അപ്പൊ ഇതൊരു ടാസ്ക്. ഇത് ഇഷ്ടമുള്ള ബലൂണ് ഒന്ന് ഷഫിൾ ചെയ്യണ്ട, എനിക്ക് എളുപ്പമുള്ള കിട്ടണം. ഇതിനകത്ത് ഒരു ഇതുണ്ടാവും, ഒരു മൂവി ഡയലോഗ്സ് ആയിരിക്കും. അപ്പൊ 3 ബലൂൺസ് ഉണ്ട്. അപ്പൊ വാലന്റൈൻസ് ഡേ ഉണ്ട്. റൊമാൻറ്റിക് ഫേമസ് ആയിട്ടുള്ള മൂവി ഡയലോഗ്സ് ആണ് ഉള്ളത്. അത് നമ്മൾ ആക്ട് ചെയ്ത് കാണിക്കണം. അപ്പൊ അതിലെ ഫസ്റ്റ് എടുത്തിട്ട് പൊട്ടിക്കെങ്കിൽ അതിലെ എനിക്കും നൂറയ്ക്കും ആക്ട് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്തതാണെങ്കിലോ അഭിനയിച്ചങ്ങ് കാണിക്കണം. എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഇപ്പൊ നൂറയ്ക്ക് പറഞ്ഞ കിട്ടിയെങ്കിൽ എന്നെ അതിലേനെ ആക്ട് ചെയ്ത് കാണിക്കണം. ഞാൻ നിങ്ങളെ രണ്ടുപേരും ആക്ട് ചെയ്ത് കാണിക്കണം. ഒരെണ്ണം വെച്ചോളൂ. അപ്പൊ ഇഷ്ടമുള്ള ബലൂൺ എടുത്തോ, ലാസ്റ്റ് ഞാൻ എടുക്കാം. ഓക്കെ, നൂറ് എടുത്തു. ഓക്കെ, ഇപ്പൊ ആദ്യം ആരാ? ഞാനാവില്ല കേട്ടോ. ആദ്യം ഞങ്ങൾ എനിക്ക് പേടിയാ. ഞാൻ വെറുതെ നോക്കാം. പൊട്ടിച്ച് കിട്ടി. കാണാൻ പാടില്ലേ? നമ്മളെ ആക്ട് ചെയ്ത് കാണിക്കണ്ടേ? നമ്മളെ അതായത് മറ്റേ നമ്മുടെ സിനിമ പേര് പോലെ ആക്ഷൻസ് ആട്ടോ കാണിക്കണ്ടേ? അതിന് സിനിമ പേരല്ലേ? ഇത് മണ്ടനാണത് ഉണ്ടാക്കിയത്. ഓക്കെ, എന്തായിരിക്കും ഉണ്ടാക്കിയത്? വേറെ ആരോ. ഞാൻ ട്രൈ ചെയ്യാം, നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഫേമസ് പടാണോ?
എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ പടമൊന്നും അങ്ങനെ കാണില്ല, ഞാൻ ആദ്യമായിട്ട് അല്ല പടമാണോ പേരാണോ വേണ്ടത് പടത്തിന്റെ? അല്ല പേരല്ല, ഡയലോഗ്. ഡയലോഗ് പറഞ്ഞാൽ മതി. പടം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയലോഗ് എന്തെങ്കിലുമൊക്കെ ഊഹിക്കാൻ. ഓക്കെ, മലയാളം ഞാൻ വായിക്കാൻ അറിയില്ല. ഓർക്കുന്നില്ല ഇത് ഏത് പടാന്ന് കേട്ടോ. ഓക്കെ, ഓക്കെ, ഞാൻ വെറുതെ കാണിക്കാം. പാട്ട് ആ, എഴുതുക, എഴുതുക, പാട്ട് ആസ്വദിക്കുക. പാട്ട് പാടുന്ന ഒരു പടമാണോ? നിറം. നിറത്തിലാണ്. പടമല്ലത്, പടം അല്ല. ഡയലോഗ്. ഡയലോഗ് പടം ഏതാന്ന് എനിക്ക് അറിഞ്ഞൂട് കേട്ടോ. പാട്ട് പാടുന്നു, പാട്ട് പാടി, പാട്ട് മൂളുന്നു, പാട്ട് ദേ കളിക്കട്ടെ, ഇവിടെ ഉണ്ട് കേട്ടോ. പാട്ട് പാടുന്നു, പാടി, പാട്ട് പാടി, പാട്ട് പാടി ഉറക്കാം. അത് താരാട്ട് പാട്ടല്ലേ? പാട്ട് പാടി. ഓക്കെ, നാലാമത്തെ വാക്കാണ് പാട്ട് പാടി. അല്ല അല്ല ഇല്ല, അതാണ് ഇനി പറയാൻ പോണത്. നാലാമത്തെ അല്ല, 4 ഉണ്ട്. സോറി, 4 വാക്കുകളുണ്ട്. ഓർക്കണ്ട. 4 വാക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാട്ടുപാടി, രണ്ടാമത്തെ പാട്ടുപാടി. ഇനി ഏതാ? ഞാൻ ഞാൻ പാട്ട് പാടി ഞാൻ. അത് എത്രാമത്തെ പാടാ? മൂന്നാമത്തെ. ഓക്കെ, പാട്ട് പാടി ഞാൻ. കിച്ച് കിച്ച്, തൊണ്ട പോയി, കിച്ച് കിച്ച് ഉണ്ടോ? മരിച്ചുപോയി, സൗണ്ട്, ശബ്ദം പോയി, ഊമ, തൊണ്ട, തൊണ്ട, ത്രോട്ട്, കൊരവള്ളി പൊട്ടി, ആദംസ് ആപ്പിൾ ആണോ? ഇവിടത്തെ മുഴയാണോ? ആദംസ് ആപ്പിൾ അല്ലേ? പിന്നെ പറയുന്നില്ല. അവിടെ പാട്ട് പാടി മുഴയോ? അതല്ല, തൊണ്ട, തൊണ്ട, കഴുത്ത്, കഴുത്ത്, തൊണ്ട, ചങ്ക്. അത് ഇവിടെ കോഴിക്കോടാ, കോഴിക്കോട്, കോഴിക്കോട്. ഞാൻ ചങ്ക് ഇതാന്നാ പറയാ. എന്റെ സ്ലാങ് അല്ലല്ലോ ഇത്. പാട്ട് പാടി ഞാൻ ചങ്ക്, ചങ്ക് പൊട്ടി. കറക്റ്റ്. പാട്ട് പാടി ഞാൻ ചങ്ക് പൊട്ടി. പാട്ട് പാടി ചങ്ക് പൊട്ടി, ലാസ്റ്റത്തെ ആണ് ഇനി പറയാൻ പോണത്. മരിച്ചു. അതന്നല്ലേ? മലയാളം വായിക്കാൻ അറിയോ? അറിയാം. മരിച്ചു തന്നെ. ചത്ത്, ചത്ത്, കൊന്നു, എന്താ പറയേ, മരണപ്പെട്ടു, ജീവൻ വെടിഞ്ഞു, റൊമാൻറ്റിക് ആകുമ്പോ അങ്ങനെയൊക്കെ. എന്താ? മരിച്ചുപോയി, തൂങ്ങി മരിച്ചാ, നിത്യശാന്തിയായി. ഇല്ല ഇല്ല, അതൊന്നും അല്ല. നിത്യതയിലേക്ക് മറിഞ്ഞു, അതൊന്നും നമുക്ക് അറിഞ്ഞൂടെ എന്താന്ന്. കൊന്നു, സൂയിസൈഡ് ചെയ്ത, സൂയിസൈഡ് ചെയ്തോ? ആത്മഹത്യ, ഞാൻ, ശ്വാസം നിലച്ചു, ഞാൻ, എന്റെ, നൂറ, മൂന്നാമത്തെ, ചത്തു. പാട്ട് പാടി ചങ്ക് പൊട്ടി ചത്തു. പാട്ട് പാടി ചങ്ക് പൊട്ടി ചത്തു. അങ്ങനെ മതി, ചാകും നല്ല ഇതുള്ളത്. ഇനിയുണ്ടോ? പാട്ട് പാടി ചങ്ക് പൊട്ടി ഞാൻ ചാകും. അങ്ങനെ അങ്ങനെ അങ്ങനല്ല ഇത്. അങ്ങനെ പാട്ട് പാടി ഞാൻ ചങ്ക് പൊട്ടിച്ചാകും. ഈ സിനിമ ചെമ്മീനോ? ചെമ്മീനല്ല, കൊഞ്ച്. ചെമ്മീൻ കേട്ടിട്ടില്ല. ഞാൻ ആദ്യം കേൾക്കുന്നു. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഇതിന്റെ ഒച്ച പേടിയാ. ഓക്കെ ഓക്കെ, ഞാൻ, അവൾ, അവൾ, 3 വാക്ക്. മുടി. ഞാനാ മോള് കുറച്ചിങ്ങോട്ട് നീങ്ങിക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ, 3 വാക്ക്. രണ്ടാമത്തെ. ഞാൻ, ഞാൻ, പെണ്ണ്, ദീൻ, ഓക്കെ. രണ്ടാമത്തെ ഓക്കെ. ഒന്നാമത്തെ അവൾ, നൂറ, അവൾ, അനീതി, എന്റെ, പെണ്ണ്, പെണ്ണ്. പെണ്ണിന്റെ വേറെയാണോ ഉദ്ദേശിക്കുന്നത്? അവൾ, നീ, നീ, ഞാൻ, അടുക്കട്ടെ. മൂന്നാമത്തെ തട്ടം. തട്ടം. തട്ടത്തിൻ മറയത്ത്. തട്ടത്തിൽ പറയാത്ത ഡയലോഗാണോ? അവളാ ഷാൾട്ട് വന്നിട്ടുണ്ടല്ലോ സാറേ. ഇല്ല, അതിന്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പറയേണ്ട എന്റെ സാറേ അങ്ങനെ എന്തോണോ? എന്റെ സാറേ, അവളാ തട്ടക്കാനുണ്ടല്ലോ എന്റെ സാറേ. എന്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണില്ല.
മൂന്നിനുള്ളേന് എന്തിനാ നിങ്ങ ഇങ്ങനെ പറയണ? 3 ഡയലോഗുകളൊക്കെ. അതിന്റെ ഒരു ഇതില് 3 ഉള്ളൂ. ആ ഇപ്പൊ പറഞ്ഞതില് 3 ഉള്ളൂ. അവൾ, അവൾ, ആ, ഓള് 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 ഓള്, ആ ഓള് തട്ടട്ടാണ് ഓളാ തട്ടം, ആ തട്ടമിട്ട്, ഇട്ടാൽ ഇട്ടാൽ ഇട്ടാൽ. എന്റെ സാറേ. ആ. എന്റെ സാറേന്നൊന്നുമില്ല, ഇല്ലില്ല, ഓളാ തട്ടം ഇട്ടാൽ. ഇത് അപ്പൂച്ചേട്ടനെ പിടിക്കേണ്ടിയിരിക്കും. എല്ലാത്തിനും മുറിവുള്ളൂ. ആന്ന്. നെക്സ്റ്റ് യുവർ ടേൺ. ഓക്കെ, പിടിക്കട്ടെ കേട്ടാ. പഴയ സിനിമ ഒന്ന് കണ്ടിരുന്നോ? ഓ ഓക്കെ, ദൈവം എനിക്ക് അറിയാവുന്ന പടമായ മതിയായിരുന്നു. ആ 3. ഒന്ന് ഒന്നാമത്തെ വാ വാ വരൂ വരൂ പോ ഓടി പോരുന്നോ. അതാണ് ഫസ്റ്റ്. പോരുന്നോ എന്റെ കൂടെ ആ യെസ്, ആണോ? പോരുന്നോ നീ എന്റെ കൂടെ. പോരുന്ന എന്റെ കൂടെ. ആ അത്രേ ഉള്ളൂ. നീ പോരുന്നോ ഇല്ല. എന്റെ കൂടെ. ആ, അതേത് സിനിമയായിരുന്നു? അതേ സിനിമ സാൾട്ട് ആൻഡ് പേപ്പർ. പോരുന്നുണ്ട് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ്. എന്തായാലും ഞാൻ വളരെ ക്ഷീണിക്കാതെ തന്നെ ഞാൻ പെട്ടെന്ന് കാര്യം തീർത്തു. പെട്ടെന്ന് നിന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒന്ന് സെറ്റിൽഡ് ആവാൻ വേണ്ടി ഇപ്പം എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നു, അങ്ങനെ ഒരുപാട് സേവിങ്സ് ഒക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഒന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള സേവിങ്സും കാര്യങ്ങളും ഒക്കെ എപ്പോഴും അതിൽ അങ്ങനെയാണോ? സ്വന്തം കാര്യം നിൽക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്ലാൻഡ് ആണോ ലൈഫില്? ഞാൻ കുറച്ച് പ്ലാൻഡ് ആണ്. അത് നമ്മള് ഇപ്പൊ ഒരു ഇതിലോട്ട് പോവാണെങ്കിൽ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും വേണം എന്നുള്ള ഒരു ഇതാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു ഇത് എനിക്ക് കുറച്ച് പാനിക് ആവും. കുറച്ച് പ്ലാൻഡ് ആണ്. ഇവളങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ കോഴ്സ് എന്തായിരുന്നു? ഇവള് പിന്നെ എനിക്ക് ഒരു കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കോഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇവളുടെ സേവിങ്സ് ഇവളൊരു ഫ്രണ്ട് വഴി അവിടെ നിന്ന് അയച്ചു തന്ന് അങ്ങനെയൊക്കെ പോയി കളക്ട് ചെയ്ത് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലിരുന്ന് പഠിക്കുന്നതായിരുന്നു. അന്നൊന്നും വീട്ടിലറിയാതെ പഠിച്ച ഒരു കോഴ്സാണ്. ഇന്റർവ്യൂസിനൊക്കെ പോവായിരുന്നു വീട്ടിലുള്ള സമയത്തൊക്കെ. പക്ഷെ അത് നമ്മള് ലൈക്ക് നമുക്ക് പോകാൻ പറ്റില്ല, വീട്ടിൽ കൺവിൻസ് ചെയ്തിട്ടാണെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നിന്ന്, പക്ഷെ എന്തോ ഇതിന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ജോബ് ശരിയായിരുന്നു. അങ്ങനെ നിങ്ങള് ഇപ്പം ഒരുമിച്ചാണല്ലോ സെറ്റിൽ ആയി. ഇവിടെ വന്ന് സെറ്റിൽ ഇപ്പൊ ആദിലയുടെ വീടും അടുത്താണ്, നൂറയുടെ കോഴിക്കോടാണ്, ആദിലയുടെ ഇപ്പൊ ആലുവയാണ്, ഇപ്പൊ സെറ്റിൽഡ് ആയിരിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു പേടി ഉള്ളിലുണ്ടോ ഇപ്പോഴും? പേരൻസ് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ? മാനിപ്പുലേഷൻ അല്ല പേടി, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി. ആദ്യം ആ പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ആ പേടി മരവിച്ചു പോയി. ഇപ്പൊ ആ പേടില്ല. കാരണം ഒരു വന്ന് എന്തെങ്കിലും ചെയ്യണേ നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാം, അത്രേ ഉള്ളൂ. പ്രിപ്പറേഷൻ കത്തിയിട്ട് തീർക്കട്ടെ. അതല്ലേ നൈറ്റ് ബെല്ലടിക്കുമ്പോ നോക്കാനൊക്കെ ഫുൾ സെറ്റപ്പ് അല്ലേ? അല്ല, നിങ്ങൾക്കിപ്പം ഏറ്റവും പേടി ഇനിയും എന്തെങ്കിലും ചെയ്യുന്നത് ഇപ്പോൾ അപ്പൊ അത്രത്തോളം ആഴത്തിലുള്ള ഒരു മുറിവാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഭയങ്കരമായിട്ട് ഇപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Q&Aയിലും ഞങ്ങൾ അത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല, അത് ഞങ്ങളുടെ ഒരു ട്രോമയാണ്. അത് പറഞ്ഞു കഴിയുമ്പോ നമ്മൾ കുറച്ച് ഡ്രെയിൻഡ് ആയി പോകും. എനിക്ക് തോന്നുന്നു ചിലവര് ഇത് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നില്ലായിരിക്കും. ഇവരെന്താണ് ഇത് ഒബ്വിയസ്ലി പേരൻസ് റിയാക്ട് ചെയ്യുന്നത് പോലെയാണ് എല്ലാ പേരൻസും റിയാക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പലരും വിചാരിച്ചേക്കുന്നത്. പറഞ്ഞത് അത്ര മാത്രമാണ്. ആക്ച്വലി നമ്മൾ പറയാത്തൊരു ഭാഗമുണ്ട്. ഓക്കെ, നമ്മളത് പറയാൻ നമുക്ക് കുറച്ച് എന്താ പറയാ സ്ട്രെങ്ത് വേണം. മെന്റലി ഫിസിക്കലി ഞങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. സോ വി ആർ ട്രൈങ് ടു ബിൽഡ് ദാറ്റ്, യുനോ. അപ്പൊ ഇവൻച്വലി ഫ്യൂച്ചറിൽ ഞങ്ങൾ എന്തായാലും എല്ലാം ഡിസ്ക്ലോസ് ചെയ്യും എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. ഞാനിവിടെ ആലോചിക്കും, നമ്മളിതൊക്കെ പറഞ്ഞാലും വിശ്വസിക്കോ? വിശ്വസിക്കണ്ട. ബട്ട് ഇപ്പൊ ഞാൻ ചെറിയൊരു ഇത് പറയണെങ്കിൽ ശ്മശാനം ഇല്ലേ, അതൊക്കെ തോണ്ടിയെടുത്ത് അതിന്റെ ഉള്ളൊക്കെ കൂടോത്ര അഭിചാര ക്രിയകളൊക്കെ ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ? തെളിവില്ലാതെ എനിക്കൊക്കെ ഫസ്റ്റ് ഇവള് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൂടോത്ര സംഭവം ചെയ്യുന്ന പിന്നെ വെറുതെ പറയും. ഞാൻ സിനിമയിലെ കേട്ടിട്ടുള്ളൂ. കാരണം വാട്ട് എവർ ഹാപ്പൻസ് ആഫ്റ്റർ ഓൾ ഇവർ പറയുന്ന കമന്റ് സെക്ഷനിലൊക്കെ പറയും ദേ ആർ യുവർ പാരന്റ്സ്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ പാരന്റ്സ് കൊല്ലുകയാണെങ്കിലും people will say like that, they are your parents. പക്ഷെ അത് ആ ഒരു മരണത്തിന് ശേഷം അപ്പൊ ആൾക്കാരെ സഹതാപം ഇങ്ങനെ വേണ്ടായിരുന്നു, എന്തെങ്കിലും കാണിച്ചോട്ടെ, അപ്പോഴുണ്ടാവുള്ളൂ ആ ഒരു മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ആ ഒരു സഹതാപം, അല്ലെങ്കിൽ ആ ഒരു സിമ്പതി വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പോയിന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. പക്ഷെ അതിന് മുന്നേ നമ്മള് പറഞ്ഞാലൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. സപ്പോർട്ട് വേണമെന്നില്ല, പക്ഷെ ജഡ്ജ് ചെയ്യാണ്ടിരുന്നാ മതി. ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് അല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും. ഇപ്പം
നിങ്ങളുടെ അങ്ങ് ഇന്റർവ്യൂല് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ന്യൂസ് ഭയങ്കര എക്സ്പോസ്, ആ ഒരു ധൈര്യം കാണിച്ച് ഇത്രയും മീഡിയയുടെ അറ്റൻഷൻ ചെയ്ത് ഇപ്പൊ കുറെ പേർക്ക് നോളജും ആയി. ഇപ്പം നിങ്ങളുടെ ഒരു ഇഷ്യൂ ആണ്, ഓ ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറെ പേർക്ക് നോളജ് ആയി. അപ്പൊ ഒരു അമ്മ, കുറെ അമ്മമാരയക്കുന്ന അതിൽ ഒരു അമ്മ അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്കും ഇങ്ങനെ ഒരു ഗേളിനോട് അഫെക്ഷൻ തോന്നിയിരുന്നു, പക്ഷെ ഞാൻ ഒരു മെയിനെ കെട്ടി ഇപ്പൊ കുട്ടികളായിട്ട് ജീവിക്കുന്നു. അപ്പം അങ്ങനെയും നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാമോ? ഇങ്ങനെ നോട്ട് ചേഞ്ചിങ്, ഓരോ ഫീലിംഗ് സപ്രസ് ചെയ്യാ, ജസ്റ്റ് യുനോ അങ്ങനെ ആ ഒരു ലൈഫിൽ പോവന്നെ, അല്ലാണ്ട് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ മുന്നേ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ എന്താ പറയാ, നമുക്കൊരു ഗേളിനോട് അട്രാക്ഷൻ തോന്നിയാലും അത് സപ്രസ് ചെയ്ത് വെക്കുകയാണ്. കാരണം സൊസൈറ്റി, ഫാമിലി, റിലേറ്റീവ്സ് അതൊക്കെ മാറ്റർ ചെയ്യും അറ്റ് സം പോയിന്റ്. ഓക്കെ, സോ അത് മാറ്റർ ചെയ്യുന്നോണ്ട് തന്നെ ആൾക്കാരെ സപ്രസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോഴൊക്കെ ആണ് ആൾക്കാർ കമൗട്ട് ചെയ്ത് വരുന്നത്. ഇപ്പോഴും കമൗട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, പേടിച്ചിട്ട്. കുട്ടികളും ഉണ്ട്, ഫാമിലി അങ്ങനെയൊക്കെ ആ ഒരു വൈബിൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് അവർ വേറൊരാളായിരിക്കും, ട്രൂ സെൽഫ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. ഒരു 100% ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാറ്? ഇപ്പൊ ഇങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ മെസ്സേജ് വായിച്ചു പോയി റിപ്ലൈ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ മെസ്സേജ്, എന്ത് അഡ്വൈസാ കൊടുക്കാറ്? അങ്ങനെ നമ്മള് അങ്ങനെ കോണ്ടാക്ട് ഉള്ള ഒരാളൊക്കെ ഉണ്ട്, ഇടക്ക് മെസ്സേജ് അയക്കും, അപ്പൊ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കും, സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ കേൾക്കും, അവർക്ക് വേണ്ടത് നമുക്ക് തോന്നുന്നത് ലിസണറെയാ വേണ്ടത്. ഓരോ കാര്യങ്ങൾ പറയാനും ആ സമയത്തൊന്നും പറയാൻ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പറയുമ്പോ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് സമാധാനിപ്പിച്ച് അങ്ങനെ വിടും. നമുക്കിപ്പോ അവർക്ക് അഡ്വൈസ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഇനിയിപ്പോ നമുക്ക് അറിയില്ല സത്യം പറയാം. ഞങ്ങള് നമ്മള് ലൈക്ക് അഡ്വൈസിനൊക്കെ പകരം നമ്മള് ആ ഒരു ടൈമിൽ നമ്മുടെ ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ നമുക്ക് വേണം ഇങ്ങനെ ഒരു സംഭവം വേണമെന്ന് നമ്മൾ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ചെയ്താലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അഡ്വൈസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അതെ അതെ. ഇപ്പൊ നിങ്ങൾ കാണാൻ ഭയങ്കര രസമാണ്, രണ്ടുപേരെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ഓരോ ഫംഗ്ഷനും ലേറ്റസ്റ്റ് ആയിട്ട് സിജോ ചേട്ടന്റെ വെഡിങ് അല്ലേ, കിഡു കോസ്റ്റ്യൂം ആണ്. ഒരു പക്ഷേ അത് നിങ്ങൾ ഇപ്പം വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ ഓരോ കോസ്റ്റ്യൂം ആയാലും അടിപൊളിയാണ്. ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണ് കോസ്റ്റ്യൂം ചേഞ്ചിങ് അല്ലെ. ഫസ്റ്റ് നൂറാന്റെ ആദില വരുമ്പത്തേനും ഒരു ഇന്റർവ്യൂലൊക്കെ തട്ടയിട്ട് അത് ഓർക്കണ്ട ഉമ്മച്ചിക്കുട്ടിയെ പോലെ വന്നു. ആൻഡ് ഇപ്പൊ നിങ്ങൾ ദിനം ദിനം നിങ്ങളുടെ കോസ്റ്റ്യൂം ആയാലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ഒരുപാട് നിങ്ങളുടെ സൊസൈറ്റിയിൽ പെട്ടവര് തന്നെ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ടവര് തന്നെ വിമർശിക്കാറുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി യൂഷ്വലി നിങ്ങൾക്ക് 3/4 ഇടാൻ പാടുള്ളൂ, തട്ടം ഇട്ടില്ലെങ്കിലും കോസ്റ്റ്യൂം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവേർഡ് ആയിരിക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പം എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്? ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു അത് ഏറ്റെടുത്തിരുന്നത്? ഫസ്റ്റ് നമുക്ക് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ബാഡ് ഫീൽ ഒന്നും ടുവേർഡ്സ് ദാറ്റ് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ ഒരു ഇതുണ്ടല്ലോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏത് ഡ്രസ്സ് ഇടണം. ഇപ്പോ ഈ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആള് വന്ന് പറയാണ് നിങ്ങൾ പർദ്ദ ഇടണം. ഇഫ് ഓൽക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഓൽക്ക് അത് ഇടാം, നോബഡി ഈസ് ഗോയിങ് ടു ജഡ്ജ് ദം. ഓക്കെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ള ഞങ്ങൾക്ക് ഇടാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ജീവിക്കുമ്പോ നമ്മൾ ഇത്ര ആൾക്കാർ പറഞ്ഞത് കേട്ട് ജീവിക്കണോ വേണ്ടോ എന്ന് അയാൾ തീരുമാനിക്കണം. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര ഉള്ള ആൾക്കാർ പറയുന്നത് ഇട്ടേതാവുള്ളൂ, വേറെ ആൾക്കാരുടെ ഇതിൽ കമന്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. അപ്പൊ ഞങ്ങള് നമുക്ക് ഇഷ്ടമുള്ളത് ഇടുന്നു, നമ്മള് അങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾ ഇത് ഇടണം, ഇങ്ങനെ ഇത് തട്ടുവിട്ട് നടന്നോളൂ, ഇപ്പോഴും ചോദിക്കണ്ടേ തട്ടുവിട്ട് നടന്നൂടെ എന്നുള്ളതിലുള്ള ഇവളെ കാണാൻ തട്ടുവിട്ടാലാണ് ഒന്നും കൂടെ ഭംഗി. പക്ഷെ അവൾക്ക് ഭംഗി അല്ലെങ്കിൽ കംഫർട്ടബിൾ എന്താണെന്ന് തോന്നുന്നത് അവൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് എന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ ഒരു പറയുന്ന രീതിക്ക് ഇടാനോ പറ്റൂലോ. ദാറ്റ്സ് റിയലി ഹാർഡ്. ഇങ്ങനെ പറയും മുസ്ലിം ആയിട്ട് നിങ്ങൾ എങ്ങനെ വേണേലും ചോദിച്ചു മുസ്ലിം ആയിട്ട് നടന്നൂടെ, ഞങ്ങൾ പറയും ഞങ്ങൾ മനുഷ്യനായിട്ട് ജീവിച്ചോളാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ടൈം ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് സെറ്റിൽഡ് ആയതിനു ശേഷമാണല്ലോ നിങ്ങളുടെ ക്ലോത്ത്സും ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ എക്സ്പ്ലോർ, പലർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ടൈം നിങ്ങൾ ഒരു ഡിഫറെന്റ് കോസ്റ്റ്യൂം ഇട്ടു, ഇന്നേ വരെ ഇടാത്ത ഒരു കോസ്റ്റ്യൂം ഇട്ടത് എന്താ? ഫസ്റ്റ് ടൈം വേറെ ഏതെന്താണ്? ഞാൻ ഷോർട്സ് ആയിരുന്നു. ഷോർട്സ് അത് ഇട്ടപ്പോ ആ ഒരു ആക്ച്വലി നമ്മളില്ലേ നമ്മള് വീടിന്റെ ഞാന് വീടിന്റെ ഉള്ളിലാണ് ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കല്. അതേ ഉള്ളുവായിരുന്നു പെർമിഷൻ. ഔട്ട് ഓഫ് പണ്ട് ഇടുമായിരുന്നു വീടിന്റെ ഉള്ളില്. പുറത്ത് നമ്മള് അങ്ങനെ അത്രയും ആൾക്കാരൊക്കെ കാണുന്ന ഷോർട്സ് ഒന്നും ഇട്ട് നമുക്ക് പരിചയമല്ല.
അപ്പൊ പുറത്തിട്ടപ്പോ ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ് എന്തോ എന്റെ കാലക്കാരോ കാണുന്നതൊക്കെ ഉള്ളൊരിത്. എനിക്ക് തോന്നി അങ്ങനെ ആ ഒരു ചമ്മല് ആദ്യം ഉണ്ടോ? അപ്പൊ ആദ്യം ഞാൻ വീട്ടിലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഞാൻ രാത്രി നമുക്കൊന്ന് പുറത്തു പോകുന്നുണ്ട്, രാത്രി ആരും ഉണ്ടാവും കാണൂലല്ല, ഇരുട്ടല്ലേ, നമുക്ക് അങ്ങനെ ഒന്ന് നടന്നിട്ട് വരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ചമ്മല് മാറ്റി ഫസ്റ്റ് ഇപ്പൊ അങ്ങനെയല്ലോ ചമ്മല് മാറ്റിയത്. പിന്നെ വിചാരിച്ച് ആരെന്ത് നോക്കാനാ നമ്മുടെ കാല്. ഇനിയിപ്പോ ആരും നോക്കിയാലും കുഴപ്പമില്ല. ഇപ്പൊ വാക്സ് ചെയ്യാണ്ടൊക്കെ സ്റ്റാർട്ടിങ് വാക്സ് ചെയ്യാണ്ട് അയ്യോ കാല് അവിടെ വാക്സ് ചെയ്ത് രോമം കാണുന്നു അങ്ങനെയൊക്കെ. എന്ത് വാക്സിൻ, എനിക്കിപ്പോ വാക്സ് ചെയ്യാൻ മൂടില്ല. ഇപ്പൊ ഇട്ടിട്ട് പിന്നെ സ്ലീവ്ലെസ് ഇടുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ഡിഫറൻസ് നമ്മുടെ ബോഡിയിൽ? ഇപ്പൊ ഒരു പാട്ട് ഇല്ലാത്ത പോലെ ചിലവര് ഇടാത്ത കോസ്റ്റ്യൂം ഇടുമ്പോ അയ്യോ എന്തോ ഒരു സാധനം ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇടണ്ടെന്നൊക്കെ വെക്കും, പിന്നെ വിചാരിക്കും ആഫ്റ്റർ ഓൾ എന്റെ കംഫർട്ട് ഒരു ലൈഫല്ലോ. സ്ലീവ്ലെസ്സിനെല്ലാം കൂടുതൽ ഷോർട്സ് ആയിരുന്നു കുറച്ച് പ്രശ്നം. ഓക്കെ, അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെ? സ്ലീവ്ലെസ്സും കാര്യങ്ങളും ഇട്ട് പരിചയമില്ല, പക്ഷെ എന്നാലും നമുക്ക് വലിയൊരു ഇതായിട്ട് തോന്നിയില്ലായിരുന്നു. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ഒരു ലവ് എത്രത്തോളം ഉണ്ട്? നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾ ഇപ്പൊ ആസ് എ തേർഡ് പേഴ്സൺ എന്ന നിലയിൽ ഞങ്ങളുടെ പ്രണയം എങ്ങനെയാണെന്ന് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതില് ഒരു തേർഡ് പേഴ്സണോട് നൂറ ഇതിനെ കുറിച്ച് എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? പറഞ്ഞോ ആസ് എ പാർട്ട്ണർ എന്ന നിലയില് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് എന്തായി പോയേരാന്നുള്ളൊരിത്, അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ ഇത്ര പേരത്ത് ഇപ്പൊ പൊക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ആസ് എ പാർട്ട്ണർ ഇപ്പം നൂറിനെ പറ്റി ഇപ്പൊ ഓരോ പാർട്ട്നേഴ്സിനെ പറ്റി ചോദിക്കുമല്ലോ. ആസ് എ പാർട്ട്ണർ അതിലേടെ പാർട്ട്ണർ തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മനസ്സിലാക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്താ പറയാ നമ്മള് വിചാരിക്കുന്ന ചില കാര്യങ്ങളല്ല ഇതെല്ലാം മനസ്സിലാക്കും, അതൊരു പ്രശ്നമാണ്. ഇപ്പൊ പ്ലാൻ ചെയ്യപ്പോ ഞാൻ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ഹൈഡ് ചെയ്യുന്ന ഗിഫ്റ്റ് വാങ്ങാൻ ഇതിലൊക്കെ ആണെങ്കിൽ തന്നെ ആള് കുറച്ച് കഴിഞ്ഞിട്ട് ഇതല്ലേ ഓർഡർ ചെയ്തേക്കണം പറഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മുഖത്തുനിന്ന് മനസ്സിലാക്കും പെട്ടെന്ന്. അങ്ങനെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതെ, നമുക്ക് എന്ത് ഇമോഷൻ വന്നാലും പെട്ടെന്ന് എഫക്ട് ഡൗൺ ആക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമായിട്ടുണ്ടോ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യത്തിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ. തിരിച്ചോ ആസ് എ പാർട്ട്ണർ അതിലേടെ? ആസ് എ പാർട്ട്ണർ ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ പറയുന്ന ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവല് ഭയങ്കര പാടാണ്. ഓക്കെ, ഒന്നെങ്കിൽ നമ്മളെ പാർട്ട്ണർ ഇട്ടുപോകും, അല്ലെങ്കിൽ വേറൊരു റിലേഷനിൽ പോവും. അങ്ങനെയൊക്കെയാണ് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ജെനുവിനിറ്റി ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഐ ഗോട്ട് എ പാർട്ട്ണർ whom I can trust very much. ഓക്കെ. ഇതില് കുറച്ചും കൂടെ പൊസസീവ്നെസ് ഉള്ളത് അതിലേക്കാണോ? എന്തിൽ ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് വരുന്നത് എന്തിലാണ്? എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ? മുന്നേ ഇനിയിപ്പൊ കോളേജ് ടൈമിലാണ് ആകെ വിളിക്കാൻ, അതും ഇടക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ പോയേക്കാർന്നു. അപ്പൊ അവരുടെ കൂടെ പോവാൻ നമുക്ക് ടൈം ഉണ്ടല്ലേ, കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. കാരണം നമുക്ക് രണ്ടാൾക്കും അങ്ങനെ ടൈം കിട്ടുന്നില്ല. വേറെ ആൾക്കാരുടെ കൂടെ കാണുമ്പോ നമുക്ക് പാർട്ട്ണർ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചാണല്ലോ, ഇപ്പൊ എന്തിലേക്കായിരിക്കും കൂടുതൽ പൊസസീവ്നെസ് ഒക്കെ പ്രകടിപ്പിച്ചത്? അതിലാ പൊസസീവ്നെസ് നമുക്ക് ക്യാറ്റ് ഉണ്ടായിരുന്നു, ലിയോന്നായിരുന്നു. അപ്പൊ അവന് ഇവളോട് ഭയങ്കര അറ്റാച്ച്മെന്റാ. ഇവള് ഇപ്പൊ വെറുതെ ആണെങ്കിലൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഒരു പ്രത്യേക സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. ഇവിടെ ഭയങ്കര കാര്യം എന്താ അറിയില്ല, അപ്പൊ അത് കാണുമ്പോ ഞാൻ അവന്റെ അടുത്ത് ചോദിക്കും, അവളെ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ ഇത്രയും നേരം നമ്മൾ കൊറേ സംസാരിച്ചു, വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ലീവ് ആയിരുന്നു അല്ലേ? വർക്ക് ചെയ്യാൻ പോവാലോ, നൈറ്റ് ഷിഫ്റ്റ് ആണ്. അതിലേക്ക് കിടക്കുന്ന നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉഷാറായിട്ട് പോയാലോ? എന്താ വേണ്ട? ബിരിയാണിയാണോ? എന്തെങ്കിലും ബിരിയാണി മതി. അതിൽ കൂടുതലൊന്നും ചോദിക്കരുത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത് പാലാരിവട്ടം പൈപ്പ് ലൈനിലുള്ള ബെച്ചിക്ക റെസ്റ്റോറന്റിലാണ്. അപ്പൊ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ബിരിയാണി ആണെന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നൂറയ്ക്കും അതിലേക്കും ഞങ്ങൾ ബിരിയാണി തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും കഴിച്ചിട്ട് എന്തായാലും പറയണം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, ബെച്ചിക്ക സ്പെഷ്യൽ റെസ്റ്റോറന്റിലത്തെ ബിരിയാണിയാണ്. ഓർമ്മ മതിയോ? ഒന്ന് നമുക്ക് ഞങ്ങളുടെ വക. ഞാൻ ഇത്രയും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിക്കൻ ഫ്രൈ ഉണ്ട്.
നിങ്ങൾ നേരെ ജിമ്മിലേക്കല്ലേ പോകുന്നത്, എല്ലാം ഓടി നടന്നു ഓടി അങ്ങ് തീർക്ക്. നിങ്ങൾ എങ്ങനെ കിച്ചൺ ഡ്യൂട്ടി ഒക്കെ അസൈൻ ചെയ്യോ? ഇനി ഞാൻ പാത്രം കഴുകും, നീ കട്ട് ചെയ്യൂല? അങ്ങനൊന്നുമില്ല, നമുക്ക് സമയമുള്ള പോലെ ചെയ്യും. കിച്ചൺ ഒരാൾ നോക്കുകയാണെങ്കിൽ ബാക്കി വേറെ ഒരാൾ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പയ്യെ വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ ഇവിടെ ഇരുന്ന് സംസാരിച്ചല്ലേ, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ പിരിയാൻ പോവുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ആൻഡ് ആദില നൂറ ഇനിയും വരണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്തണം, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരണം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഒരുപാട് ഡ്രീംസ് ഉള്ള രണ്ട് വ്യക്തികളാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും സൊസൈറ്റിക്ക് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരുടെ പ്രയേഴ്സ് ഉണ്ട്, ബ്ലെസ്സിങ്സ് ഉണ്ട്. ഗോ ഹൈറ്റ്സ്, ഗോ ഫ്ലൈ, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ.